ഡാ നോക്ക്, ഇങ്ങേരല്ലേ ബസ്സിൽ വെച്ച് ആ പെണ്ണിനെ കയറി പിടിച്ചത്. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് നടന്നു പോകണ നോക്കിയേ. കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടാണ് രാമചന്ദ്രൻ റോഡിലൂടെ നടന്നത്. അണ്ണോ, ഇന്ന് ബസ്സിൽ വെച്ച് എന്തോ കാട്ടിയിട്ട് നല്ലോണം കിട്ടിയെന്ന് കേൾക്കുന്നു. ഉള്ളതാണോ? അണ്ണൻ ഇങ്ങനെ വയ്യെന്ന് പറഞ്ഞ് നടന്നാലെന്താ? കൊച്ചു പെൺപിള്ളേരല്ലേ നോട്ടം. സംഗതി വൈറലായിട്ടുണ്ട്. ആ കൊച്ചു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പരിഹാസ വാക്കുകളുമായി പലരും പിന്നാലെ കൂടിയപ്പോഴും മറുത്തൊന്നും പറയാതെ തല കുമ്പിട്ട് നടന്നു നീങ്ങി അയാൾ. നിനക്കൊക്കെ എന്താടോ? അയാളൊരു വയ്യാത്ത മനുഷ്യനല്ലേ? എന്തേലും അബദ്ധം പറ്റിയതാകും. ചുമ്മാ പിന്നാലെ നടന്ന് കുത്താൻ നിൽക്കല്ലേ. പഞ്ചായത്ത് മെമ്പർ പ്രകാശൻ സഹികെട്ട് പ്രതികരിച്ചു പോയി. എന്ത് വയ്യായിക? ബസ്സിലടുത്തിരുന്ന പെങ്കൊച്ചിന്റെ കാലിനിടയ്ക്ക് കൈയിടാൻ പോയപ്പോ ഈ വയ്യായിക ഒന്നും കണ്ടില്ലല്ലോ. ഇതൊക്കെ അടവല്ലേ പ്രകാശേട്ടാ? പിടിക്കപ്പെട്ടാൽ അന്നേരം ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് രക്ഷപ്പെടാലോ. കള്ളക്കിളവൻ. ആ മറുപടി കേൾക്കെ പിന്നെ ഒന്നും പറഞ്ഞില്ല പ്രകാശൻ. ആ സമയം പതിയെ നടന്നകന്നു രാമചന്ദ്രൻ. അയാളുടെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടന്ന് വീട്ടിലെത്തുമ്പോൾ ഭാര്യ സുലേഖ അയാളെ കാത്തിരുന്നിരുന്നു. അവരെ കണ്ട മാത്രയിൽ വിതുമ്പിപ്പോയി രാമചന്ദ്രൻ. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ? ഒരോട്ടോ വിളിച്ച് വന്നാൽ പോരായിരുന്നോ? എന്തിനാ നടക്കാൻ പോയേ? അകത്തേക്ക് വന്നേ. വേദനയോടെ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് നടന്നു സുലേഖ. എടോ, ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. നമ്മുടെ മക്കളെക്കാൾ ഇളയ കുട്ടിയാണ്. ഇടർച്ചയിൽ അത് പറയുമ്പോൾ രാമചന്ദ്രൻ്റെ കൈകൾ വീണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ BP ഗുളിക കഴിച്ചില്ലേ? ഇന്ന് കൈവിറയിൽ നല്ലതുപോലെ ഉണ്ടല്ലോ. അപ്പോഴാണ് സുലേഖ അത് ശ്രദ്ധിച്ചത്. രാവിലെ കഴിക്കാൻ മറന്ന് ബസ്സിൽ വെച്ച് ഓർത്തിട്ട് പാൻസിൻ്റെ പോക്കറ്റിലെ പേഴ്സിൽ നിന്ന് ഗുളിക എടുക്കാൻ ശ്രമിച്ചതാ. അതാ ഇത്രയും പ്രശ്നമായത്. ഇപ്പം നാട്ടുകാർക്കിടയിൽ പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ? ആ മറുപടി കേൾക്കെ തന്നെ ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താകാമെന്ന് ഊഹിച്ചു സുലേഖ. ഇനിയിപ്പോൾ പോട്ടെ ഏട്ടാ, നാട്ടുകാർ പലതും പറയും. അത് കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. ഏട്ടനെ എനിക്കറിയാം, നിങ്ങൾ വിഷമിക്കണ്ട. ഭർത്താവിനെ പരമാവധി ആശ്വസിപ്പിച്ചു സുലേഖ. എന്നാൽ ഉച്ച കഴിയവെയാണ് കാര്യത്തിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നത്. ബസ്സിൽ വെച്ച് പെൺകുട്ടി ഇട്ട ലൈവ് വീഡിയോ വളരെ പെട്ടെന്ന് കയറി വൈറലായി. അതോടെ ബന്ധുക്കളും നാട്ടുകാരും പരിചയക്കാരും തുടങ്ങി എല്ലാവരും ചറപറ അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആകെ മൊത്തത്തിൽ നാണക്കേട് കൊണ്ട് തകർന്ന അവസ്ഥയിലായി രാമചന്ദ്രൻ. ഒരു ഘട്ടത്തിൽ ഈ മാനസിക സമ്മർദ്ദം അയാളുടെ ആരോഗ്യനില പോലും വഷളാക്കിയേക്കുമെന്ന് മനസ്സിലാക്കിയ സുലേഖ ഒടുവിൽ ആ തീരുമാനമെടുത്തു. വളരെ വൈകാതെ തന്നെ അന്ന് ആദ്യമായി ഫേസ്ബുക്കിൽ അവളൊരു ലൈവ് വീഡിയോ ഇട്ടു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ആദ്യമായി ഞാനൊരു ലൈവ് വീഡിയോ ഇടുകയാണ്. എൻ്റെ പേര് സുലേഖ. രാവിലെ മുതൽ വൈറലായ ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി എടുത്ത വീഡിയോയിലുള്ളത് എൻ്റെ ഭർത്താവാണ്. പേര് രാമചന്ദ്രൻ. ആളൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ഞാൻ ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി പോലും ഈ പ്രശ്നം ബാധിച്ചേക്കും. 1 വർഷം മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് ജീവനോട് മല്ലിട്ട് ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. പക്ഷെ അന്നു മുതൽ അദ്ദേഹത്തിനൊരു പ്രശ്നം കൂടി ഉണ്ടായി, കൈവിറയൽ. ഇനിയുള്ള കാലം അത് ഒപ്പം കൂടെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആരോഗ്യപരമായും ആളേറെ ക്ഷീണിച്ചു പോയി. ഈ ഒരവസ്ഥയിൽ അധികം പുറത്തു പോകാറില്ല ആള്. ഇനിയിപ്പോൾ പെൻഷൻ കാശ് വാങ്ങാൻ പോയി വന്ന വരവാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ആ വീഡിയോ ഇട്ട പെൺകുട്ടിയേക്കാൾ പ്രായമുള്ള 2 പെൺമക്കളുടെ അച്ഛനാണ് അദ്ദേഹം. അത്രയും പറഞ്ഞൊന്ന് നെടുവീർപ്പിട്ടു. ശേഷം അവർ കാര്യത്തിലേക്ക് കടന്നു. ഒരിക്കലും ആ പെൺകുട്ടി ആരോപിക്കുന്നത് പോലെ ഒരു കാര്യം എൻ്റെ ഭർത്താവ് ചെയ്യില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. രാവിലെ BP ടാബ്ലറ്റ് കഴിക്കാൻ മറന്നതോർത്തിട്ട് പേഴ്സിലുള്ള ടാബ്ലറ്റ് എടുക്കാൻ പോക്കറ്റിൽ കൈയിട്ടതാണ്. മുന്നേ പറഞ്ഞല്ലോ, കൈവിറയിലുള്ള ആളാണ്. കൈ അറിയാതെ ആ പെൺകുട്ടിയുടെ കാലിലോ മറ്റോ തട്ടി. ഇക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാണല്ലോ. ഒരുപക്ഷെ ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാകാം. ഞാനീ പറഞ്ഞത് ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാനും എൻ്റെ മക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. കാരണം ആ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ ഈ വാർത്ത കേട്ടത് മുതൽ കുത്തുവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ: കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ട് മാത്രം പ്രതികരിക്കുക. ഒരിക്കൽ മരണത്തിൻ്റെ വക്കിൽ നിന്നും വളരെയേറെ പ്രയാസപ്പെട്ട് ഞങ്ങൾ തിരികെ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തെ. നിങ്ങളുടെ ഇത്തരം പരിഹാസങ്ങളും പ്രതികരണങ്ങളും മൂലം മാനസികമായി തകർന്ന് ആൾക്ക് ഇനിയും എന്തേലും വയ്യായിക വന്നാൽ, ആ ബസ്സിൽ ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് ഏട്ടൻ പറഞ്ഞു. അതും ഏട്ടനിരുന്ന സീറ്റിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു.
നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ ക്യാമറയും ചെക്ക് ചെയ്യാം. ഇത്തരമൊരു വൃത്തികേട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അത് ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ടാകും. പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ സമൂഹം മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിയാൻ ശ്രമിച്ചാൽ വലിയ ഉപകാരമായേക്കും. കൂടുതലൊന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സുലേഖ തൻ്റെ ലൈവ് വീഡിയോ അവസാനിപ്പിച്ചു. ഉള്ളിൽ അലയടിച്ച വിഷമത്താൽ അറിയാതെ വിതുമ്പിപ്പോയി അവർ. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. സുലേഖയുടെ ലൈവ് വീഡിയോയും വളരെ വേഗത്തിൽ വൈറലായി. അതോടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി. രാമചന്ദ്രന് സപ്പോർട്ടുമായി ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങി. ഇതിനിടയിൽ ആ ബസ്സിലെ ജീവനക്കാർ ക്യാമറ വീഡിയോസും പരിശോധിച്ചു. രാമചന്ദ്രൻ ബസ്സിൽ കയറിയത് മുതൽ സീറ്റ് കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തിരുന്നതും ശേഷം സംഭവിച്ചതും എല്ലാം ക്യാമറയിൽ വ്യക്തമായിരുന്നു. ദേണ്ടടാ, ആ ചേട്ടൻ ബസ്സിൽ കയറിയത് കണ്ടോ? ആ ചേച്ചി ലൈവിൽ പറഞ്ഞ പോലെ ആളുടെ കൈക്ക് നല്ല വിറയലുണ്ട് കേട്ടോ. എടാ നോക്കിയേ, കക്ഷി പോക്കറ്റിൽ കൈയിടാൻ നോക്കുന്നത് തന്നെയാണ് കേട്ടോ. കൈ വിറച്ചിട്ടാണ് ആ കൊച്ചിൻ്റെ കാലിൽ തട്ടുന്നത്. വീഡിയോസിൽ അത് ക്ലിയറാണ്. ആ കൊച്ച് തെറ്റിദ്ധരിച്ച് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്. വീഡിയോയിൽ കൂടി കാര്യങ്ങൾ വേഗത്തിൽ വ്യക്തമായി. അതോടെ ബസ് ജീവനക്കാർ ആ ക്യാമറ വീഡിയോസും സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അയ്യോടാ, ദേ ഈ വീഡിയോ നോക്കിയേ, ആ ചേച്ചി പറയുന്നത് ശരിയാ. അങ്ങേര് ആ കൊച്ചിനെ കയറി പിടിച്ചിട്ടൊന്നുമില്ല. അതിന് അങ്ങനെ തോന്നിയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. നമ്മളാണേൽ എടുത്തു ചാടി അങ്ങേരെ കളിയാക്കി വിടുകയും ചെയ്ത്. കവലയിൽ മുന്നേ രാമചന്ദ്രനെ പിന്നാലെ പോയി കളിയാക്കിയവർ സത്യം മനസ്സിലാക്കിയതോടെ നിരാശപ്പെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വെറുതെ ആ പാവത്തിനെ കുത്തരുതെന്ന്. എനിക്ക് പണ്ടേ തൊട്ടേ അറിയാവുന്ന ആളാണ് രാമചന്ദ്രൻ മാഷ്. പുച്ഛത്തോടെ ഒന്ന് നോക്കി നടന്നകന്നു മെമ്പർ പ്രകാശനും. മുന്നേ കുറ്റപ്പെടുത്തിയവരെല്ലാം തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയതോടെ ക്ഷമാപണവുമായി സോഷ്യൽ മീഡിയ വഴി മുന്നിലേക്ക് വന്നു. ഒപ്പം ആ പരാതി ഉന്നയിച്ച പെൺകുട്ടിയും. എന്നാൽ അവളുടെ ക്ഷമാപണത്തിന് താഴെ കമന്റുകളായി നിരവധി പേര് ശക്തമായി പ്രതികരിച്ചു. അതിൽ കൂടുതലും രാമചന്ദ്രന്റെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. എടുത്തുചാട്ടം മൂലം ഒരുപക്ഷെ അയാൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടി മാനസിക വിഷമത്തിലായി ആ പെൺകുട്ടി. കാര്യങ്ങൾ മാറ്റിമറിക്കുവാൻ ഒരൊറ്റ ലൈവ് വീഡിയോ വഴി സുലേഖയ്ക്ക് കഴിഞ്ഞു. നീ എൻ്റെ അഭിമാനമാണ് കാത്തത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോയേനെ. സന്തോഷത്തിൽ അത് പറയുമ്പോൾ രാമചന്ദ്രൻ്റെ മിഴികൾ തുളുമ്പി. ഏട്ടൻ വിഷമിക്കണ്ട, ടെൻഷനൊക്കെ കളയി. ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. ഇനി ആരും ഏട്ടനെ കുറ്റം പറയില്ല. പലരും ഇങ്ങോട്ട് വിളിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട്. ഒടുവിലെല്ലാം കലങ്ങി തെളിഞ്ഞ സന്തോഷത്തിൽ അയാൾക്കരികിൽ നിറമിഴികളുമായി തന്നെയിരുന്നു സുലേഖയും. സമൂഹത്തിൽ നല്ലതും ചീത്തയുമായി പലതും നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നതാണ് വിവേകമുള്ള പെരുമാറ്റം. പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടം മറ്റുള്ളവരെ കൂടി വേദനിപ്പിച്ചേക്കാം. എല്ലാവരും അതോർത്താൽ നല്ലത്. എന്തിനെതിരെയും പ്രതികരിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ അതുതന്നെ വലിയ ഉപകാരം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.